നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചി സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ദേശീയപാത വികസന പദ്ധതിയുടെ ഉദ്ഘാടനമാണ്. ഏതായാലും ഇപ്പോൾ ഈ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ള മറ്റ് പല മന്ത്രിമാരും ബഹിഷ്കരിക്കുമെന്നാണ് സൂചന. ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ചടങ്ങിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ്. BJP രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. കൂടാതെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. സംസ്ഥാനത്തെ പൊതുമരാമത്തിൻ്റെ ചുമതലയുള്ള, അതായത് ഈ റോഡ് വികസനത്തിനെല്ലാം ചുമതലയുള്ള മന്ത്രിയെ ഒഴിവാക്കിയിട്ട് BJP സംസ്ഥാന അധ്യക്ഷനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ കളിയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ മന്ത്രിമാർ ആരോപിക്കുന്നത്. മാത്രവുമല്ല, മന്ത്രി MP രാജേഷും പി എ മുഹമ്മദ് റിയാസും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ദേശീയപാത വികസനം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് ഏറെ നേട്ടമായി മാറാൻ സാധ്യതയുള്ള ഒരു വലിയ വികസന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആകാത്തത് എന്ന് ചോദിച്ചാൽ അത് പി എ മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തത് മാത്രമാണോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കേരളത്തിൽ BJPയും CPMഉം തമ്മിലൊരു അന്തർധാരയുണ്ട് എന്ന് നിരന്തരമായി ഇപ്പോൾ ആരോപണം ഉയരുന്നൊരു കാലഘട്ടമാണ്. മാത്രമല്ല, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ ദിവസം CPMഉം BJPയുമായി രഹസ്യബന്ധമുണ്ട് എന്ന രീതിയിൽ പ്രസംഗമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരു പക്ഷേ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം നിർത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ CPM ഈ രീതിയിലേക്ക് ഇപ്പോൾ പോയത് എന്ന് സ്വാഭാവികമായും ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രാഷ്ട്രീയ കളികൾ നടത്തുന്ന കാര്യത്തിൽ കേരളത്തിൽ അവരെ പോയിട്ടേ മറ്റേത് രാഷ്ട്രീയ കക്ഷിയും ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തങ്ങൾ BJPയുമായി ഒട്ടും നല്ല ബന്ധത്തിലല്ല, വളരെ മോശമായ ബന്ധമാണ് രണ്ട് പാർട്ടികളും തമ്മിലുള്ളത് എന്ന് വരുത്തി തീർക്കാൻ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് പോലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിൽക്കുന്നത് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഒരു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിൽ ക്ഷണമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി അല്ല, ഔദ്യോഗിക പരിപാടിയാണെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയൊക്കെ ക്ഷണിക്കുന്ന പതിവുള്ളതാണ്. പി എ മുഹമ്മദ് റിയാസിനെ എന്ത് കാരണത്താലാണ് ക്ഷണിക്കാത്തതെന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല. എങ്കിൽ പോലും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരെയൊക്കെ തന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളപ്പോൾ അവർ ഇതിൻ്റെ ബഹിഷ്കരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മരുമകനെ ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതാണോ, അതിൻ്റെ ഒരു വൈകാരികമായ പ്രതികരണമാണോ ഉണ്ടായതെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ നടന്നത് രാഷ്ട്രീയ കളി തന്നെയാണ്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയാണ് ഈ പദ്ധതിയുടെ തന്നെ ക്രെഡിറ്റ് സ്വയം അവകാശപ്പെടാൻ കഴിയുക? കേന്ദ്ര സർക്കാർ മുതൽ മുടക്കിയ പല പദ്ധതികളും സ്വന്തം പദ്ധതിയായി പ്രഖ്യാപിച്ച് നിരന്തരമായ ഉദ്ഘാടന ചടങ്ങുകളും അതുപോലെ ഫ്ലക്സ് വയ്ക്കുന്നതൊക്കെ ഒരു രീതിയാക്കിയ മന്ത്രിമാരാണ് ഈ സർക്കാരിലുള്ളത്. കൂടാതെ വിഴിഞ്ഞം തുറമുഖം, അതുപോലെ കൊച്ചി മെട്രോ തുടങ്ങിയ എത്രയോ പദ്ധതികൾ, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ യാതൊരു ഉളുപ്പമില്ലാതെ ഉദ്ഘാടനം നടത്തിയിട്ട് ഇതെല്ലാം ഇടതുപക്ഷ മുന്നണിയുടെ ക്രെഡിറ്റിലേക്ക് മാറ്റുന്ന CPM നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഈ ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ന്യായീകരണം നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. കാരണം ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ മന്ത്രിമാരെ ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. എങ്കിലും ഒരു മന്ത്രിയെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഈ പരിപാടിയുടെ ശോഭ കെടുത്തും എന്നൊന്നും ആരും കരുതേണ്ടതില്ല. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി നാളെ നരേന്ദ്രമോദി മടങ്ങിയതിന് ശേഷം പ്രത്യേക ഉദ്ഘാടനം പി എ മുഹമ്മദ് റിയാസും സംഘവും നടത്തുമോ ഈ പദ്ധതികളുടെ എന്ന് പോലും ന്യായമായും പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത് വ്യക്തമായ രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ട് തന്നെയാണ് CPM ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. കിട്ടിയ അവസരം ഭംഗിയായി മുതലെടുക്കുക എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും അവരുടെ രീതിയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടായ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ കുടുംബമായി ബന്ധപ്പെട്ടുണ്ടായ, ഭാര്യയായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ കത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ന് രാവിലെ മുതൽ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഒരു പരിപാടി അവർ ആസൂത്രണം ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം PR എക്സർസൈസുകൾ അവരുടെ സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഗണേഷ് കുമാർ വിഭാഗത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ കൂടിയുള്ളൊരു നീക്കമായിട്ട് ഈ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് നമുക്ക് കണക്കാക്കാം. BJP നേതാക്കന്മാരും സംസ്ഥാനത്തെ പ്രമുഖരായ പലരും പ്രതികരണവുമായി ഇക്കാര്യത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് എന്ന് CPM ആരോപിക്കുമ്പോൾ ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താനല്ല, കേന്ദ്രം നടപ്പിലാക്കിയ പദ്ധതി ആയതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത് എന്നാണ് BJP നേതാക്കൾ വിശദീകരിക്കുന്നത്. പക്ഷേ എപ്പോഴും CPMൻ്റെ കുശാഗ്ര ബുദ്ധി, അതായത് വളരെ ഈ ഒരു കുഴിഞ്ഞ ബുദ്ധി എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ആ ഒരു ചിന്ത തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പദ്ധതി തന്നെയായിരിക്കാം അവർ ഇന്നത്തെ ഈ പരിപാടി
ബഹിഷ്കരിക്കുന്നതിലൂടെ നടപ്പിലാക്കുന്നത്. ഇത് വലിയൊരു വിവാദമാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങുകളൊക്കെ തന്നെ അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ ബഹിഷ്കരിച്ചത് വലിയ വിവാദമായി മാറിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുകയും അദ്ദേഹം പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്ക് ക്ഷണമുണ്ടായിട്ട് അവർ ആ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വലിയൊരു തർക്കത്തിലേക്ക് പോകുമെന്നും ഇന്ന് മാത്രമല്ല വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു വിവാദമായി കത്തിപ്പടരുമെന്നും സി പി എമ്മിന് നന്നായിട്ട് അറിയാം. അതൊക്കെ തന്നെ ഗണേഷ് കുമാർ വിവാദവും അത് രാഷ്ട്രീയമായി ഇപ്പോൾ സി പി എം നേരിടുന്ന നിരവധി പ്രതിസന്ധികളുണ്ട്. പ്രമുഖരായ നേതാക്കൾ പലരും പാർട്ടി വിട്ടു പോകുന്നു. ചിലർ കോൺഗ്രസിലേക്ക് ചേരാനും ബി ജെ പിക്ക് ചേരാനും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സി പി ഐയിലും സി പി എമ്മിലും എല്ലാം തന്നെ നിരന്തരമായി ഇപ്പോൾ പ്രശ്നങ്ങൾ ഉയരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം തന്നെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു പരിപാടിയായിട്ടാണോ ഈ ബഹിഷ്കരണത്തെ സി പി എം മാറ്റിയത് എന്നാണ് സ്വാഭാവികമായും പലരും ഇപ്പോൾ ചോദിക്കുന്നത്.